ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ജോസ് വ്ലോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ ഇന്നും ഒരു റുബിക്സ് ക്യൂബ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ചെയ്ത വീഡിയോ ഒരു 2x2 ക്യൂബ് എങ്ങനെ സോൾവ് ചെയ്യാമെന്നായിരുന്നു. അപ്പം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു പിരമിഡ് ക്യൂബ്, അതായത് പിരമിഡ് ക്യൂബ് എന്ന് ഇതിന് പറയും. അതിനെ എങ്ങനെ സോൾവ് ചെയ്യാമെന്നാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പം എല്ലാവരും ഈ വീഡിയോ ലാസ്റ്റ് വരെ കാണാൻ ശ്രമിക്കുക. അപ്പം നമുക്ക് അധികം ഒന്നും പറയാതെ നേരെ വീഡിയോയിലേക്ക് കിടക്കാം. സോ ഗൈസ്, അപ്പം നമ്മൾ ഇത് സോൾവ് ചെയ്യാൻ പോവാണ്. അതിന് മുമ്പ് തന്നെ നമുക്കിത് ഒന്ന് ഷഫിൾ ചെയ്തെടുക്കാം. ഈ ക്യൂബൊന്ന് ഷഫിൾ ചെയ്യുന്നതിന് പ്രത്യേകിച്ച് ഇക്വേഷനൊന്നുമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് ഷഫിൾ ചെയ്തെടുക്കാം. ഓക്കെ, അപ്പം നമ്മൾ ഷഫിൾ ചെയ്തെടുത്തു. അപ്പം നമ്മൾ ഇനി നോക്കേണ്ട കാര്യം ഇതാണ് കോർണർ പീസുകൾ. ഈ കോർണർ പീസുകളോട് ചേർന്ന് നിൽക്കുന്ന ഈ പീസുകളാണ് ഇതിൻ്റെ സെൻറ്റർ പീസുകൾ. ഈ 3 പീസ് സെൻറ്റർ പീസാണ്. അതല്ലാത്ത ഈ 3 പീസാണ് നമ്മുടെ എഡ്ജ് പീസസ്. അപ്പോൾ ആദ്യത്തെ പരിപാടി നമുക്കിതുപോലെ നമുക്ക് ഇതായിരുന്നു, ഈ സെൻറ്റർ പീസ് മുഴുവൻ ഒരു കളറാക്കി തീർക്കണം. അപ്പം ചിലർക്കൊക്കെ ഇതിങ്ങനെ കറക്കി കഴിയുമ്പോൾ ഇവിടെ ഇങ്ങനെ കിട്ടും. അങ്ങനെ കിട്ടാത്തവരുണ്ടെങ്കിൽ ഈ 2 പീസിൻ്റെ താഴെയുള്ള താഴെ ഇതുപോലെ നമുക്ക് ഈ കളറിനെ കൊണ്ടുവരണം. ഈ സെൻറ്ററിനെ കൊണ്ടുവന്നിട്ട് ഇതിനെ ഇങ്ങനെ അങ്ങ് പുറകോട്ട് തിരിച്ചങ്ങ് വെച്ചാൽ മതി. അപ്പോൾ ഇതിങ്ങനെ കിട്ടും. എന്നിട്ട് വേറെ ഒന്നുമില്ല, എന്നിട്ട് ഈ കോർണർ പീസ് ഇതുപോലെ സെറ്റാക്കി വെക്കുക. എന്നിട്ട് ഇതിനെ അടിയിലോട്ട് പിടിച്ചിട്ട് നമ്മൾ അടുത്തത് ഈ ഭാഗമൊക്കെ ഫില്ല് ചെയ്യണം. അതായത് ഇപ്പം ഇവിടെ നമുക്ക് ബ്ലൂവും യെല്ലോയുമാണ് വേണ്ടത്. അപ്പം നമ്മൾ ആ കളർ നോക്കുക. അതായത് ഇവിടെയുണ്ട്, അത് ബ്ലൂ ആയിട്ട് നമ്മൾ മാച്ച് ചെയ്തു. എന്നിട്ട് നമ്മൾ ഒരു മൂവ് ചെയ്യുക. അതായത് മുകളിലോട്ടും തിരിക്കുക, ഇതിനെ ഇപ്പുറത്തോട്ട് തിരിക്കുക, താഴോട്ടാക്കുക. അപ്പോൾ ഇവിടം ഫില്ലായി നമുക്ക്. അതുപോലെ തന്നെ അടുത്തത് കണ്ടുപിടിക്കുക, റെഡ് യെല്ലോ. അത് കണ്ടുപിടിച്ചിട്ട് നമ്മൾ ഇതേപോലെ വെക്കുക. മാച്ച് ചെയ്തു, ഈ മൂവ് ചെയ്തു. അപ്പം അടിയിലത്തെ ഈ ലെയർ കംപ്ലീറ്റ് പോയി, ഫസ്റ്റ് ലെയറും നമുക്ക് കംപ്ലീറ്റ് ആയി. ഇനി നോക്കേണ്ടത് ഇവിടെ ഇപ്പോൾ നമുക്ക് സെൻറ്റർ പീസെല്ലാം തെറ്റി കിടക്കുമായിരിക്കും. ഇതുപോലെ മാച്ച് ചെയ്ത് വെക്കുക, കോർണർ പീസും നേരെയാക്കി വെക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതുപോലെ പിടിക്കുക. ഇതുപോലെ ഇതിങ്ങനെ വരുന്ന പിടിച്ചിട്ട് ഒന്ന് ഇപ്പുറത്തോട്ടാക്കുക, സൈഡിലേക്ക് ലെഫ്റ്റിലേക്ക് തിരിക്കുക, താഴോട്ടാക്കുക. നമുക്ക് ഈ ഒരു കളർ ഇങ്ങനെ താഴോട്ടേക്ക് മാച്ച് ചെയ്യുക. ഇത് കുറച്ച് നേരം ഇതൊക്കെ ചെയ്യേണ്ടി വരും. അതങ്ങനെ ചെയ്താൽ മതി, നമുക്കിത് കുറച്ച് നേരം കഴിയുമ്പോൾ കിട്ടും. കുറച്ച് നേരം നമ്മളിത് ചെയ്യണം. കുറച്ച് നേരം ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇത് കിട്ടേണ്ടതാണ്. അപ്പം നമ്മൾ കുറേ നേരം ആ സ്റ്റെപ്പ് തന്നെ കുറച്ച് നേരം അങ്ങോട്ട് മാറ്റിയും തിരിച്ചുമൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പം നമ്മൾ ഇവിടെ നമുക്കൊരു കളർ കിട്ടിയിട്ടുണ്ട്. നമുക്കിതും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. യെസ് ഗൈസ്, അപ്പം നമ്മുടെ പിരമിഡ് ക്യൂബ് അഥവാ പിരമിഡ് ക്യൂബ് നമുക്ക് സോൾവായി കിട്ടി. അപ്പം കുറച്ച് ട്രൈ ചെയ്യേണ്ടി വരും, അല്ലാതെ ഈ സംഭവം ഈസിയാണ്. ശരിക്കും ഞാനൊരു ബിഗിനേഴ്സ് സ്റ്റെപ്പാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. പ്രത്യേകിച്ച് അൽഗോരിതം ഒന്നുമില്ല. ഈ മൂവ് മാത്രം നിങ്ങളൊന്ന് പഠിച്ചു വെച്ചാൽ മതി. പിന്നെ നിങ്ങൾ മാറ്റിയും തിരിച്ചു ഇടയ്ക്കിടയ്ക്കൊന്നും ആകുക. ചിലപ്പോൾ അത് ഒറ്റ പ്രാവശ്യം നമ്മളൊന്ന് നേരത്തെ കുറച്ച് നേരം കൊണ്ടാക്കുമ്പോൾ തന്നെ ആകും. അങ്ങനെ ആകുന്നില്ല എന്നുണ്ടെങ്കിൽ മാറ്റിയും തിരിച്ചുമൊക്കെ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി, അന്നേരം വായിക്കോളും. സോ ഗൈസ്, അപ്പം നമ്മളൊരു ചലഞ്ചായിട്ട് ഏറ്റെടുത്ത് നമ്മൾ പിരമിഡ് ക്യൂബ് നമ്മൾ സോൾവ് ആക്കി കഴിഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞ പോലെ ഇത് കുറച്ച് ഇതൊന്ന് ട്രൈ ചെയ്ത് നിങ്ങൾ ക്ഷമയോടെ ഇത് കുറച്ച് നേരം ചെയ്ത് നോക്കുക. അപ്പോഴേ ചിലപ്പോൾ ഇത് നല്ല വൃത്തിയായിട്ട് ചിലപ്പോൾ എല്ലാവർക്കും കിട്ടുള്ളൂ. ഞാനൊക്കെ ചെയ്യുമ്പോൾ ആദ്യം എനിക്ക് ഒരു സൈഡ് കിട്ടിയ അടുത്ത സൈഡിൽ പിന്നെയും ഇങ്ങനെ ഗ്യാപ്പ് വേറെ കളർ വന്ന പോലെ തോന്നും. അപ്പോൾ അത് കുറച്ച് നേരം ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ
നമുക്ക് ഇതേപോലെ കംപ്ലീറ്റഡ് മൊത്തം ഫില്ലായി കിട്ടും. അപ്പോൾ എന്താണ്, ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടില്ല ഡിസ്ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. അതുവരേക്കും ഇറ്റ്സ് മീ ജോസ്മിൻ ഷിജോ സൈനിങ്